നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണേ. അപ്പോൾ അങ്ങനെ അലീനെ വിളിച്ചത് അനുസരിച്ച് ബാലചന്ദ്രൻ വന്നിട്ട് രോഹിത്തിനിട്ട് നല്ല പൊട്ടിക്കൽ കൊടുക്കുന്നുണ്ട്. രോഹിത്തിനെ നന്നായിട്ട് കുടഞ്ഞിട്ട് ചോദ്യം ചെയ്യാണ്. ആ അടി കിട്ടിയതോട് കൂടിയിട്ട് രോഹിത്ത് മിണ്ടാതിരിക്കുകയാണല്ലോ. പക്ഷേ ഭയങ്കര ദേഷ്യമാണ് രോഹിത്തിന്. ഇത് അലീനെ ഒപ്പിച്ച പണിയാണെന്ന് രോഹിത്തിന് മനസ്സിലായിട്ടുണ്ട്. അലീനെയാണ് അച്ഛനെ വിളിച്ച് വരുത്തിയതെന്ന് മനസ്സിലാവാണ്. ആ അടി കിട്ടിയത് മുതൽ പിന്നെ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം രോഹിത്ത് വളരെയധികം ഡേഞ്ചറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിൽ റൂബി ആണെങ്കിൽ സാർ അച്ഛനോട് പറയരുത്, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല, തെറ്റ് ചെയ്യില്ല എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓക്കെ ശരി, ഇനി ഞാൻ ഇങ്ങനെ ഒരു അവസരം തരില്ല, ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പൊക്കോ എന്ന് പറയണം. അങ്ങനെ ആ പെൺകുട്ടിയെ പറഞ്ഞേക്കണം. തനിച്ച് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊക്കോളാം സാർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാലചന്ദ്രൻ കഷ്ടമുണ്ട് ഇട്ടടാ എന്ന് പറയണേ. അത് ഇത്രയൊന്നും നിന്നെക്കുറിച്ച് വിചാരിച്ചില്ല എന്ന് പറയണം. രോഹിത്താണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഇമ്മാതിരി തെമ്മാടിത്തരം ചെയ്യാൻ, വൃത്തികേട് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അതും സ്വന്തം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ ധൈര്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഹരിയുടെ കൂട്ടുകെട്ടാണ് നിന്നെ എല്ലാ കുഴപ്പത്തിലും കൊണ്ടു ചെന്ന് ചാടിക്കുന്നത്. ഞാൻ ശിവേട്ടനെ വിളിക്കുന്നുണ്ട്, ഹരിയെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിത്ത് എല്ലാ ദേഷ്യവും കടിച്ചമർത്തി അങ്ങനെ നിൽക്കട്ടെ, ഒന്നും പ്രതികരിക്കുന്നില്ല, തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രനോട് ഒന്നും സംസാരിക്കുന്നില്ല. അതേസമയം റൂബി പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോവാണല്ലോ. അപ്പോൾ താഴെ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അലീന ആ കുട്ടിയെ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. റൂബിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, അപമാനവും എല്ലാം കൊണ്ട് റൂബിയും തന്നെ തല താഴ്ത്തി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അലീനയെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അലീനയ്ക്ക് ഒരു ആശ്വാസം തോന്നുകയാണ്. കാരണം വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, രോഹിത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതിൽ ആകെ ആശങ്കയുണ്ട് കേട്ടോ. അങ്ങനെ അലീന താഴെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വളരെ തകർന്ന ഒരു മനുഷ്യനായിട്ടാണ് കേട്ടോ ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത്. ആകെ വിഷമിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനയ്ക്ക് തന്നെ ഭയങ്കര വിഷമമാവുകയാണ്. അലീനയോട് എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറയുന്നത്. അലീന പെട്ടെന്ന് പോയിട്ട് കുടിക്കാൻ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ അത് കുടിച്ച് ആ ഡൈനിങ് ടേബിൾ അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല കേട്ടോ, അലീനയോട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താ സാർ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ, ഞാൻ ഒരിക്കലും അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല എന്ന് പറയണേ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മോളെ അലീന എന്താണ് അവിടെ, ആരാ വന്നേ, ബാലൻ വന്നോന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. ഞാൻ ഇപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞിട്ട് പോവാണ്. പോവാൻ നിൽക്കുന്ന സമയത്താണ് മുകളിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ താഴെ മറിഞ്ഞ് വീഴുകയും അങ്ങനെയൊക്കെയുള്ള ശബ്ദം കേൾക്കുന്നത് മുകളിൽ നിൽക്കുന്ന സമയത്താണ്. ഇവർ താഴെ നിൽക്കുമ്പോഴാണ്, അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ബാലചന്ദ്രൻ ഓടി മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അലീന എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ആ പെങ്കൊച്ച് പോയി സാറ് വന്നു എന്നൊക്കെ പറയണേ. അവനെന്താ വല്ല ഉപദ്രവിക്കുകയൊക്കെ ചെയ്തോ രോഹിത്തിനെ? അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. പിന്നെ അവിടെ എന്താ സംഭവിക്കാമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അറിയില്ല മുത്തശ്ശി, തല്ലിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, രോഹിത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നതും കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ടിട്ട് സാറ് മുകളിലേക്ക് പോയി നോക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ താഴെ ഇട്ട് പൊട്ടിക്കുന്ന പോലെ സൗണ്ട് കേട്ടു എന്നൊക്കെ പറയാണ് അലീന. അവനിനി എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂടി, വീട് കീഴ്മേൽ മറിച്ചിടും രോഹിത്ത്. അതാണ് രോഹിത്തിൻ്റെ സ്വഭാവം. ആകെ വാശിയും ദേഷ്യം കൂടുതലാണ്. വൈജയുടെ അതേ വാശിയും ദേഷ്യമൊക്കെ കൂട്ടി വെച്ചേക്കാണ് അവന്. അതേ സ്വഭാവമാണ് അവന്. ഒന്നും കൂടെ എന്താ പറയുക, വാശി കയറ്റാനായിട്ട് വൈജ ഫുൾ സപ്പോർട്ടാണ് അവന്. അവൻ എന്ത് ചെയ്താലും വൈജ ഒന്നും പറയത്തില്ല എന്നൊക്കെ പറയാണ്. അതേസമയം നമ്മുടെ ബാലചന്ദ്രൻ മുകളിലെ റൂമിലെത്തിയ സമയത്ത് കാണുന്ന കാഴ്ച, ആ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു, ആ ഡോറ് തള്ളി തുറന്നുകൊണ്ട് ചെല്ലുന്ന കാണുന്ന കാഴ്ച, അവിടെയുള്ള സകലമാന സാധനങ്ങളും എടുത്ത് നിലത്തിട്ട് എറിഞ്ഞുടച്ചേക്കാണ് രോഹിത്. ആ റൂമിലുള്ള ബുക്സ്, അതുപോലെ ഷെൽഫിലുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ട് തകർത്ത് തരിപ്പണാക്കിയെന്ന് പറഞ്ഞാൽ ആ റൂമിൽ മൊത്തം അലങ്കോലാക്കിയേക്കാണ്. കയ്യിലൊരു ടൈപ്പ് പീസും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ബാലചന്ദ്രനെ ഭയങ്കര ദേഷ്യം വരും. എന്താ രോഹിത് നീ കാണിക്കുന്നത്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കയ്യിലിരുന്ന ടൈം പീസ് എടുത്തിട്ട് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. ബാലചന്ദ്രനെ നോക്കി നിൽക്കും. ഇതോടെയായപ്പോൾ ബാലചന്ദ്രൻ്റെ എല്ലാ കൺട്രോളും വിട്ടുട്ടാ. ബാലചന്ദ്രൻ, നീ എന്ത് വിചാരിച്ചാണ് ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഇവിടുത്തെ രീതിയിൽ ജീവിക്കണം, അല്ല നിൻ്റെ തോന്നിവാസത്തിന് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്ക് പറയുമ്പോൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്
വീണ്ടും അവിടെ കിടന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കാൻ നോക്കുക, അല്ലാതെ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ പിടിച്ച് തല്ലാനായിട്ട് കൈ പിടിക്കുമ്പോൾ ആ കയ്യെ കയറി പിടിക്കണം, ഇനി എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല എന്നൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ തകർന്നു പോകട്ടോ. മകൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ ആകെ വിഷമാവുകയാണ്. പിന്നെ ബാലചന്ദ്രൻ കൈ പിൻവലിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രന് നല്ല സങ്കടമായി. അവൻ കയ്യിൽ കയറി പിടിച്ചതും തൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളാരെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്. അതൊക്കെ കൂടി കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നു പോവാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഞാനൊരു ആൺകുട്ടിയാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം വേണം, അതൊന്നും ഇവിടെ ഇല്ലയെന്നാണോ, എനിക്ക് എൻ്റെതായ രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെതായ രീതിയിൽ ജീവിച്ചോ, പക്ഷേ ഇവിടെ പറ്റത്തില്ല, നിൻ്റെ തോന്നിവാസങ്ങൾ വൃത്തികേടുകൾ കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറയാണ് രോഹിത്തിനോട് ബാലചന്ദ്രൻ. ഞാൻ കാണിച്ചു തരാം, എല്ലാത്തിനും കാരണക്കാരി അവളാണ്, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാഗ് എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് മുത്തശ്ശിയുടെ റൂമിൻ്റെ അടുത്ത് അലീന ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ രോഹിത് അവിടെ എത്തുമ്പോൾ അലീനെ അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിനക്ക് ഞാൻ തരാടി, നിനക്ക് ഞാൻ ശരിയാക്കി തരാം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പിറുപുറത്തുകൊണ്ട് അവൾ കേൾക്കുന്ന രീതിയിൽ പിറുപുറത്തുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രോഹിത്ത് പോയതിന് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവൻ പറഞ്ഞത്, എന്താ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടാണ് മുത്തശ്ശി പോയത്, എന്തൊക്കെയോ എന്നോടാണ് ദേഷ്യം കാണിക്കുന്നത്, ഞാനാണല്ലോ സാറിനെ വിളിച്ചത്, അതുകൊണ്ട് എല്ലാ ദേഷ്യം എന്നോടായിരിക്കും എന്ന് പറയണം മുത്തശ്ശിയോട് അലീന. അതൊന്നും മോള് കാര്യമാക്കണ്ട, അതൊക്കെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, അവൻ തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ് മുത്തശ്ശി, അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, പക്ഷേ എന്നോട് ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്നെ ഇനി എന്തെങ്കിലും പറയേ ഉപദ്രവിക്കാനായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ട് എന്ന് പറയണം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി, അന്ന് തന്നെ ഉണ്ടായില്ലേ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യെ കയറി പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്ന് പറയാട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ആ ഹരിയുടെ കൂട്ടുകെട്ടാണ് ഇതിനൊക്കെ കാരണം, എങ്ങനെയെങ്കിലും ശിവനൊന്ന് നാട്ടിൽ വന്നാൽ മതിയായിരുന്നു, മനു അന്ന് പറഞ്ഞിട്ടും അവരൊന്നും നന്നാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടണം. മോളെന്തായാലും ഒന്ന് സൂക്ഷിക്കണം, ഇനി അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, മോളെ കൊടുക്കാനായിരിക്കും നോക്കുക എന്നൊക്കെ പറയണേ. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. അത് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ സാർ, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ വാശി തീർക്കാണ്, അവൻ്റെ ദേഷ്യം, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ, അവൻ്റെ അമ്മ എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത് അവനെ അങ്ങനെ വാശി കയറ്റി വളർത്തിയേക്കാണ്. എന്നിട്ട് അവന് കാണിച്ചു കൂട്ടുന്ന ഒരു തെറ്റിന് അവൾ സപ്പോർട്ട് കൊടുക്കാന്നല്ലാതെ ഒന്നും പറയത്തില്ല അവനോട് എന്നൊക്കെ പറയണേ. അപ്പോൾ ആൺപിള്ളേരല്ലേ സാർ, അങ്ങനെ കുറച്ച് വാശിയും ഇതൊക്കെ ഉണ്ടാവും, ആൺപിള്ളേരാണെങ്കിൽ കുറച്ച് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് കൂട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടണം. വൈജയന്തിയോടുള്ള ദേഷ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് രോഹിത്താണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇറങ്ങിപ്പോയത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതിപ്പോൾ ആകെ അടിയും പിടിയും ഒക്കെ ആയല്ലോ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്, ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ചെയ്തത്, അവന് തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്, ഇതിപ്പോൾ എനിക്ക് എതിരെയാണ് എല്ലാവരും തിരിയാന്നാണല്ലോ തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് നീ എന്ത് ചെയ്തു അലീന, നീ നല്ല കാര്യമല്ലേ ചെയ്തത്, നീ ഇത് തന്നെയാണ് ചെയ്യേണ്ടതും, ഇങ്ങനെ തെറ്റ് മുന്നിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുക വേണം, അല്ലാതെ അതിന് അനുവദിച്ച് കൊടുക്കുകയല്ല വേണ്ടത്, മോള് ചെയ്തത് 100% ശരിയാണ് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാലും സാർ ഇനി മാഡം വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, രോഹിത്തിനി എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും കാര്യമാക്കണ്ട, എന്ത് വന്നാലും ഞാനുണ്ടാകും നിൻ്റെ കൂടെ, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, കാരണം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, കാരണം ഇങ്ങനൊരു തെറ്റ് കൺമുന്നിൽ കണ്ടപ്പോൾ അത് വിളിച്ചു പറയാനുള്ള മര്യാദ നീ കാണിച്ചില്ലേ, അല്ലാതെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടി അവർ വീട്ടുകാരെന്തെങ്കിലും ചെയ്യുന്നതിൽ ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പക്ഷെ മോൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, അതുകൊണ്ട് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, ഒരു തെറ്റും ഇല്ലയെന്ന് പറയണം. സാധാരണ വീട്ടുജോലിക്കാർ ഇതിലൊന്നും ഇടപെടാതെ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് മാറി നിൽക്കാറാണ് പതിവ്, പക്ഷെ മോള് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ കണ്ടിട്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണം. അതേ സാർ, ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് കാണുന്നത്, എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്, അതുകൊണ്ടാണ് അവൻ തെറ്റിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. രോഹിത്ത് ഒരിക്കലും നല്ല ചീത്ത കുട്ടിയായിട്ട് വളരാൻ പാടില്ല, നല്ല കുട്ടിയാണ് രോഹിത്ത്, പക്ഷെ അവനിൽ കുറച്ച് വിഷം കുത്തിവെക്കുന്നത് മറ്റു ചിലരാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണ് നീ പറഞ്ഞത്, ഹരിയാണ് അവൻ്റെ മനസ്സിൽ കുറേ വിഷങ്ങളൊക്കെ കുത്തിവെക്കുന്നത്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ വഷളായി പോകുന്നത്, അതിനെന്തായാലും ഞാനൊരു പ്രതിവിധി ഉടനെ തന്നെ കാണുന്നുണ്ട് എന്ന് പറയണം. എന്തൊക്കെയാണെങ്കിലും ആകെ അടിപിടി ബഹളമൊക്കെ ആയി സാർ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്, ഇപ്പോൾ ആകെ പ്രശ്നമായില്ലേ,
എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെ ആർക്ക് വേദനിച്ചു കഴിഞ്ഞാലും എനിക്കും കൂടെ വേദനിക്കും. രോഹിത്തിനെ സാറ് തല്ലിയപ്പോൾ രോഹിത്തിന് അവളുടെ മുന്നിൽ വെച്ച് കിട്ടിയ തല്ലും മാത്രമല്ല, ശരീരം നൊന്തത് മാത്രമല്ല മനസ്സും വേദനിച്ചിട്ടുണ്ടാകും. അതും എനിക്ക് സങ്കടം തന്നെയാണ്. ഇപ്പോൾ സാറാണെങ്കിലും വിഷമിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സാറ് വിഷമിക്കുമ്പോൾ മകനെക്കുറിച്ച് ഓർത്തുള്ള വിഷമം അതും എനിക്ക് വിഷമമുണ്ട്. ആർക്ക് വേദനിച്ചാലും വേദനിക്കുന്നത് എനിക്ക് തന്നെയാണ് സാർ എന്ന് പറയുമ്പോൾ, വൈജയന്തിക്ക് വേദനിച്ചാലും നിനക്ക് വേദനിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ആദ്യം ഒന്ന് പതറുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വേദനിക്കും സാർ. മാഡം എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നെ വഴക്ക് പറഞ്ഞാലോ തല്ലിയാലോ എന്തൊക്കെ ചെയ്താലും കള്ളിയാക്കിയാലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മാഡത്തോട് യാതൊരു വെറുപ്പോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ, നീ മാത്രമേ ഉണ്ടാവുള്ളൂ അലീന ഈ ലോകത്ത് ഇതുപോലെ വൈജയന്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് പറയണം. ഇവിടെ എത്രയോ വേലക്കാരികൾ, എത്രയോ സെർവൻസ് ഇവിടെ വന്ന് നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും വൈജയോട് ദേഷ്യവും പിണക്കവും ഒക്കെയാണ്, വെറുപ്പാണ് അവർക്കൊക്കെ. വൈജയെ കണ്ണിൻ്റെ നേരെ പോലും കാണുന്നത് ഇഷ്ടമല്ല. വൈജ അവരോട് പെരുമാറുന്നത് അങ്ങനെയാണ്. ഇപ്പം തന്നെ നിന്നോട് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ എന്നിട്ടും നീ എന്തുകൊണ്ടാണ് അവളെ ഇത്രയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയല്ലേ സാർ എന്ന് പറയണേ. മെല്ലെ കേട്ടോ അലീന അത് പറയുന്നത്. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് അമ്മയോ അച്ഛനോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ അമ്മയും സാറിനെ ഞാൻ എൻ്റെ അച്ഛനായിട്ടും അതുപോലെ എൻ്റെ സഹോദരങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത്. മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശിയാണ് എന്നൊക്കെ പറയണ അലീന. ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ സ്വന്തം വീട് പോലെയാണ് അലീന ഈ വീടിനെ കാണുന്നത് എന്നറിഞ്ഞപ്പോൾ ബാലന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ രോഹിത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അവന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ആദി കയറിയതും അത് വിളിച്ചറിയിച്ചതും ഒക്കെ അവന് തെറ്റിലേക്ക് പോവാതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നീ മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്താണെങ്കിലും ഇനി ഇതിൻ്റെ വരായികളൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. രോഹിത് ഇനിയിപ്പോൾ നേരെ പോയിട്ടുണ്ടാവോ കോളേജിലേക്കാവോ, ആ പെൺകുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ അതൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കും. അവർക്ക് ഇങ്ങനെ ഒരു വിഷയം ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് തലയിൽ കയറുന്ന വിഷയങ്ങളല്ല. അവർക്ക് വാശി ദേഷ്യം അത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവൻ ഒപ്പിച്ചുകൊണ്ട് വരും എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ ഗ്രേസമ്മയും കൂടെ ആ റൂമിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടോ. അപ്പോൾ ജോമോൻ്റെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ രേവതിക്കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ് കരയാണ് ഗ്രേസമ്മ. എന്നിട്ട് പിന്നെ ഗ്രേസമ്മ തന്നെ പറയുന്നുണ്ട്, ഇല്ല ഇനി ഞാൻ കരയില്ല. കാരണം ഇത്രയൊക്കെ എൻ്റെ മോള് ചെയ്തില്ലേ, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജോമോന് വേണ്ടിയിട്ട് ചെയ്തില്ലേ, ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, മോനോട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് തന്നെയാണ് വേണ്ടത് ആൻറ്റി എന്ന് പറയണേ. അപ്പോൾ മോള് അന്ന് പറഞ്ഞപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇത്രയും നാൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. എൻ്റെ മോൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ ഞാൻ അടുത്ത് വന്നിരിക്കുമ്പോഴും മമ്മി ഒന്ന് എഴുന്നേറ്റിപ്പോൾ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞതോർത്തിട്ട് അവനിപ്പോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാകും എന്നൊക്കെ ഓർത്ത് ഗ്രേസമ്മ ഇങ്ങനെ പറയണം. എന്താണെങ്കിലും ഇനി എല്ലാ ദിവസവും ഈ റൂമിലേക്ക് വരണം, ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം, എൻ്റെ മോനോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ ആ സമയത്താണ് രേവതിക്കുട്ടി ആ ഫോൺ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ചാർജ് ഉണ്ടായിരുന്നില്ല, ഞാൻ ചാർജിലിട്ടതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഇത് ജോമോൻ്റെ ഫോണാണ് എന്ന് പറയണം. അങ്ങനെ അത് ഓൺ ആക്കി നോക്കുമ്പോൾ അതിൽ പാസ്വേഡ് ഉണ്ടായിരുന്നു. ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയണം. ഇത് എങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രേസമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്. കാരണം രേവതിക്കുട്ടിക്ക് അതിൻ്റെ ABCD ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഗ്രേസമ്മ അത് ഓണാക്കി നോക്കുമ്പോൾ അതിന് പാസ്വേഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാസ്വേഡ് ഗ്രേസമ്മയ്ക്ക് അറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രേസമ്മ ആ ഫോണ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ തന്നെ ഷെറിനും ജോമോനും തമ്മിലുള്ള ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അതിലേക്ക് നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് രേവതിക്കുട്ടീനെ കാണിക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിലെ ഗാലറി ആട്ടോ അവരെടുത്ത് നോക്കുന്നത്. ഗാലറി എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ ഫോട്ടോസ് കാണുകയാണ്. ഗ്രേസമ്മ അതായത് ജോമോനും ഈ നമ്മുടെ ഷെറിനും കൂടിയുള്ള കുറേ ഫോട്ടോസ് കാണുകയാണ്. അവർ ഒന്നിച്ച് പോയതും ടൂറ് പോയതും അങ്ങനെ റിസോർട്ടിൽ താമസിച്ചതും അങ്ങനെയായിട്ടുള്ള കുറേ ഫോട്ടോസ് കാണുകയാണ്. അപ്പം വിവാഹത്തിന് മുന്നേ തന്നെ അവരിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിൽ അത് ആദ്യത്തെ അറിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. എൻഗേജ്മെൻറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്ത് താമസിച്ചു എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. ഈ ചേച്ചി ഇപ്പോൾ എവിടെയായിരിക്കും, വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുമോ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല മോളെ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. ആകെ തകർന്നു പോയി എന്ന് പറഞ്ഞതല്ലേ. പിന്നെ എൻ്റെ മാനസിക നില പോലും തെറ്റിപ്പോയി. ഞാനിവിടെ ഓരോ റൂമിലും എൻ്റെ മോനെ വിളിച്ചിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കലായിരുന്നു. ലാസ്റ്റ് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് ഓക്കെ ആയത് എന്ന് പറയണം. ഇവളെ കുറിച്ച് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല എന്ന് പറയണം. അപ്പോൾ എവിടെയാണ് ഈ ചേച്ചിയുടെ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആറ്റുപുഴയിലാണ് ഷെറിൻ്റെ വീട്. ഒരു വലിയ ഫാമിലിയാണ്, വലിയ കുടുംബമാണ്. കുരിശിങ്കൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഫാമിലിയാണ്. ഒരുപാട് റബ്ബറും എസ്റ്റേറ്റുകളൊക്കെ ഉള്ള ആളാണ് ഷെറിൻ്റെ അച്ഛൻ. ഒരു വലിയ അബ്കാരി ആണ്, ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയണം. പിന്നെ ഒരു സഹോദരനുണ്ട്, അത് മിലിറ്ററിയിലാണ്. മൂത്ത സഹോദരനാണ്, മിലിറ്ററിക്കാരനാണ്. പിന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ലല്ലോ. ഇവർ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഫോട്ടോസൊക്കെ നോക്കി അവരങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെറിൻ്റെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് ഹരിയെ കാണാനായിട്ട് ചെല്ലുന്ന കേട്ടോ. ഹരിയെ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പതിവ് സ്ഥലത്ത്, അങ്ങനെ ഒരു കുളക്കര ഉണ്ടല്ലോ, അവിടെയാണ് ഇവരധികം പുറത്ത് നിന്ന് കാണാറ്. അങ്ങനെ മറ്റേ റെസ്റ്റോറൻറ്റിലൊന്നും അല്ലാണ്ട് കാണാറ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഹരി. ഒന്നും പറയണ്ട, അവളുണ്ടല്ലോ, അവളെ ഞാൻ വച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. നീ ആരെക്കുറിച്ചാണ് പറയുന്നത് രോഹിത്തെ, ഒന്ന് തെളിയിച്ച് പറ എന്ന് പറയുമ്പോൾ അവനുണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. റൂബിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതും അച്ഛൻ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയട്ടോ. ആഹാ, നീ നല്ല ആളാണല്ലോ, അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടോ നിനക്ക്? റൂബിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും മാത്രം ധൈര്യമൊക്കെ ഉണ്ടായോ? ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയൊക്കെ പരിപാടി ഒപ്പിക്കുന്നത് എനിക്കിന്ന് വരെ ധൈര്യം കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും. പക്ഷേ നിനക്ക് അത്രയൊക്കെ ധൈര്യം ഉണ്ടായില്ല, അപ്പം നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്നാലും ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നേ വേണം. അലീനയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണം എന്നൊക്കെ പറയണം. അലീനയ്ക്കിട്ട് നല്ല പണി കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വേണം, അവളാണ് ഇതിൽ പാര വെച്ചത്, അവളാണ് അച്ഛനെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ അച്ഛൻ വരുന്ന സമയമേ അല്ലായിരുന്നു അത്. അതുകൊണ്ട് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കുക തന്നെ വേണമെന്ന് പറയണം രോഹിത്ത് ഹരിയോട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, അവൾക്കിട്ട് നല്ല പണി നമുക്ക് കൊടുക്കാം. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം, ആരുമില്ലാത്ത സമയത്ത് വരാം, പകൽ വരാം, എന്നിട്ട് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാം. അവൾ ജന്മത്ത് മറക്കാത്ത, അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിരുന്ന് നമുക്ക് അവൾക്ക് കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ആവരുത്, പക്ഷെ അവൾക്കിട്ട് നല്ല പണി കൊടുക്കുകയും വേണം എന്ന് പറയണേ. അപ്പോൾ ഹരി പറയുന്നത്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് തന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ രോഹിത്ത് കൈ കൊടുത്ത് ഉറപ്പിക്കുക കേട്ടോ. അങ്ങനെ അലീനയെ എന്താ പറയുക, ചതിക്കാനുള്ള ഇതിന് കൂട്ടി നിൽക്കുകയാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്തിന് അറിയില്ലല്ലോ തൻ്റെ സഹോദരിയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അലീനയോടുള്ള പക, അതായത് റൂബിയെ വിളിച്ച് റൂമിലേക്ക് കയറ്റിയപ്പോൾ അവൻ്റെ എല്ലാ പ്ലാനും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞല്ലോ അലീന, നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പക തീർക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ പദ്ധതി ഇട്ടേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അതിനെ അലീനയെ ഇവർ ട്രാപ്പിൽ പെടുത്തുന്ന എപ്പിസോഡൊക്കെ ഉണ്ട്, അത് ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.